ഹലോ മക്കളെ, യെസ് അവിന മിസ് ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലാബിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ മാക്സിമം എന്ത് ചെയ്തു, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്തു അല്ലേ. നമ്മൾ മാക്സിമം എഫേർട്ട് നമ്മൾ ഇട്ടു, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായി കുറച്ച് ദിവസം കൂടി അല്ലേ നമുക്ക് ആകെ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ എന്താണ്, അതെ നമ്മൾ USS എക്സാം ആണല്ലേ. നമ്മൾ ഇത്ര കാലം പഠിച്ചത് നമ്മൾ പെർഫോം ചെയ്യാൻ പോവുകയാണല്ലേ. നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം മക്കളെ, എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യണം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾ മുന്നേ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ബട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളോട് മറവിയൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ബുക്കും എടുത്തൊന്ന് ജസ്റ്റ് നിങ്ങളെ കണ്ണിൻ്റെ മുന്നിലേക്ക് കൂടെ എന്ത് ചെയ്യുക, അതേ മറിച്ച് പോവുക കേട്ടോ. ഒന്ന് ജസ്റ്റ് അത് വായിച്ചിട്ട് പോവാം. അപ്പോൾ തന്നെ നിങ്ങളത് റീക്യാപ്പ് ചെയ്ത് എടുത്തോളൂ. അപ്പോൾ മറക്കരുത്, ഒന്ന് റിവൈസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ എജുപോണിൻ്റെ ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ അറിയാം. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമെന്നൊക്കെ അറിയാം. ഇത്ര മാത്രം ആലോചിക്കുക, നമുക്ക് USS എക്സാം നമ്മൾ എഴുതുന്നു, നമുക്ക് നമ്മളെ റിസൾട്ട് വരുന്നു, നമുക്ക് നമ്മളെ റാങ്ക് പബ്ലിഷ് ആവുന്നു, നമുക്ക് USS എക്സാമിന് റാങ്ക് കിട്ടി എന്ന് നമ്മൾ അറിയുന്നു, നമുക്ക് USS കിട്ടി എന്ന് നമ്മൾ അറിയുന്നു. നമ്മളെക്കാട്ടും കൂടുതൽ ഹാപ്പി ആയിട്ട് നമ്മളെ പാരൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ അത്രമാത്രമാണ്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മളെ എക്സാമിന് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് സയൻസിൽ പഠിച്ചു പോകേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം മിസ് പറഞ്ഞുതരാം. നമുക്കൊരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ചോദ്യം വരും എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും മിസ് പറയാണ്, ഓർത്ത് വെച്ചോ 5ാമത്തെ 7ാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ ഡൈജഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ നന്നായിട്ട് പഠിക്കുക. ഈ ഓരോരോ പാർട്സിൻ്റെ ഫംഗ്ഷനും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. 1-2 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾ തലയിൽ കയറിക്കോളും. 1-2 പ്രാവശ്യം എന്ത് ചെയ്യുക, ഒന്ന് കാണുക. ഓക്കെ, റെഡിയാണേ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ USSൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എജുപോണിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബാച്ച് ഫ്രീ ആണ്. ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് മിഷൻ USS സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വേർ ഈസ് ദ ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റ് അല്ലേ. നമ്മളോട് ചോദിക്കുന്നത് ഡൈജഷൻ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് മിസ് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അല്ലേ, അല്ലെങ്കിൽ ചെറുകുടലിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചെറുകുടലിൽ നിങ്ങൾക്കറിയാം 5 to 6 മീറ്റേഴ്സോളം എന്തുണ്ട്, നീളമുണ്ട്. അതുപോലെ തന്നെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ ചെറുകുടലിലാണ്. അതുപോലെ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ഒരു വിരലുകൾ പോലെയുള്ള ഭാഗമുണ്ട് അല്ലേ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ? അതെ, അത് വില്ലയാണ് അല്ലെങ്കിൽ വില്ലസുകളാണ് അല്ലേ. ഇതെന്തിനാ, യെസ്, നമ്മളെ പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലസുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെറുകുടലിനെ പറ്റി നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി മിസ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈസോഫാഗസ് എന്നറിയാമല്ലേ. ഈസോഫാഗസിൽ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് തരംഗ രൂപത്തിലുള്ള ചലനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ചലനത്തിൻ്റെ പേര്? പെരിസ്റ്റാൾസിസ് ആണ്. മറക്കരുത്. മലയാളം ഇംഗ്ലീഷൊക്കെ എന്താണ്, പെരിസ്റ്റാൾസിസ് തന്നെയാണ്, മറക്കാൻ പാടില്ല. അപ്പോൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള ലവണങ്ങളും ബാക്കിയുള്ള സോൾട്ടും ഒക്കെ വലിച്ചെടുക്കലാണ് നമ്മളെ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ പണി. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഡയജഷൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, വായ. സിമ്പിളി ആലോചിക്കുക, അത് മൗത്തിൽ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മൗത്തിൽ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്സിൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഇടങ്ങാറ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, മിസ്സിന് ഓൾറെഡി ഒരു തൊണ്ടക്കൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാം സമയമാകുമ്പോൾ കുറേ ലൈവൊക്കെ എടുക്കുന്ന സമയത്ത് സൗണ്ട് അങ്ങനെ വലിയാണ് കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തത്, വായയിൽ നിന്നാണ്. വായയിലേക്ക് ഫുഡ് വെച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പോകുള്ളൂ. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം. ഇതാണ് നമ്മളെ ചാർട്ട്. അതായത് വായ, അന്നനാളം,
ആമാശയം, അതുപോലെ ചെറുകുടൽ, വൻകുടൽ, മലാശയം. ഇതാണ് നമ്മളെ ആ ഒരു ചാർട്ടും പഠിക്കണം. ഓക്കെ, ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നാണ് മിസ് പറഞ്ഞത്. ഒന്ന് ഓർത്ത് വെക്കണം. ഇനിയിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനാലൈസ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് മിസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എക്സ്. അതായത് ഇവിടെ മിസ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏതാണ് ഭാഗം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഐഡന്റിഫൈ ദ ടൂത്ത്. ഈ ഒരു ടൂത്ത് ഏതാണെന്നുള്ള കാര്യം നമ്മളോട് മനസ്സിലാക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് എക്സ് എന്നുള്ള പാർട്ട് നിങ്ങൾ ആലോചിക്കണം. നമ്മളെ പല്ലിൻ്റെ മേലെയുള്ള ആ ഒരു ഭാഗം അല്ലേ, എന്താണ്? ഇനാമൽ എന്നാ പറയുക. യെസ്, എ എന്നാണ്, ഇനാമലാണ്. ഇത് ഏത് ടൂത്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? യെസ്, അത് മൊളാർ ആണ്, അല്ലെങ്കിൽ ചർവണകമാണ്. മിസ് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനാമലും അതുപോലെ ബി എന്താണ്? ചർവണകമാണ്. ഈ PDF നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻസേഴ്സ് ഇങ്ങനെ തന്നെ മിസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, ഒബ്സർവ് ദി ഫിഗർ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദി നെയിം ഓഫ് ടീത്ത്, ഇൻഡിക്കേറ്റ് ആസ് എ ആൻഡ് ബി. അല്ലേ, ഇത് ഏതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെയാണ് ഇൻസിസർ അല്ലേ, ഇൻസിസർ അല്ലെങ്കിൽ നമ്മൾ ഉളിപ്പല്ലി എന്ന് പറയും. രണ്ടാമത്തെ ആണ് മോളാർ അല്ലേ, കുറച്ചും കൂടി ഇങ്ങനെ പരന്നിട്ടുള്ളതാണ് മോളാർ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമുക്കൊരു ബോക്സിൽ ടീത്തിനെ പറ്റി പഠിക്കാനുണ്ട്. ആ 4 ടൈപ്പ് ടീത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എവിടുന്ന് തൊട്ട് മനസ്സിലാക്കണം? നമ്മൾ കുഞ്ഞു ബേബി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ വരും. 20 എണ്ണം വീതമാണ് വരിക. 6 മാസത്തുമ്പോൾ നമുക്ക് പാൽപ്പല്ലുകൾ വരാൻ തുടങ്ങും അല്ലേ. ആ കാര്യം മനസ്സിലാക്കുക. ഒരു അഡൾട്ട് കുറച്ചും കൂടി വലുതാകുന്ന സമയത്ത് നമുക്ക് സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനൻറ്റ് ടീത്ത് വരും. നമുക്ക് 32 പെർമനൻറ്റ് ടീത്താണ് വരിക. അത് മനസ്സിലാക്കുക. 4 ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക, അതിൻ്റെ ഫങ്ഷൻസ് നോക്കുക, ധർമ്മങ്ങൾ നോക്കുക, പിന്നെ അത് എത്ര എണ്ണമാണ്, മേലെയും താഴെയും എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിരുത്തി പഠിക്കുക. നിങ്ങൾക്കൊരു ബോക്സിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാകും, അതൊന്ന് പഠിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ അടുക്കാനൊന്ന് മനസ്സമാധാനത്തിന് എൻ്റെ മക്കളൊന്ന് പഠിക്കാത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്ട് ABCD അല്ലേ. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളി നോക്കിക്കഴിഞ്ഞാൽ എ എന്താണെന്ന് മനസ്സിലാവും അല്ലേ. ആ ഒരു കുഴൽ പോലത്തെ ഭാഗമാണ് എ, അതായതാണ് ഈസോഫാഗസ് ആണ്, അല്ലെങ്കിൽ അന്നനാളമാണ്. ഇവിടെയാണ് വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനമുള്ളത്. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? യെസ്, നമ്മളെ പെരിസ്റ്റാൾസിസ് എന്നാ പറയുക അല്ലേ, പെരിസ്റ്റാൾസിസ് എന്നാ പറയുക. അത് കഴിഞ്ഞാൽ നമ്മൾ ബി ഒരു പാർട്ടുണ്ട്. എന്താണ് നമ്മളെ ബി? ഏതാണ്? യെസ്, നമ്മളെ കരളാണ് അല്ലേ. ബി എന്നാൽ ലിവറാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞാൽ നമുക്ക് സി ഉണ്ട്. സി ഏതാണ്? നമ്മളെ സ്റ്റൊമക്കാണ്, ആമാശയമാണ് അല്ലേ, സ്റ്റൊമക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഉണ്ട്, റെക്റ്റാണ്, മലാശയമാണ് അല്ലേ. ഇതെന്താണ്? ഇത് ഈസോഫാഗസ് ആണ്. ഇത് നമ്മളെ ലിവറാണ്. ഓക്കെ, ഇത് നമ്മളെ എന്താണ്? സ്റ്റൊമക്കാണ്. അതുപോലെ ഇത് നമ്മളെ റെക്റ്റാണ്. മിസ് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈസോഫാഗസ്, അന്നനാളം. ഇവിടെ നിങ്ങൾ പെരിസ്റ്റാൾസിസ് പഠിക്കണം. ലിവർ, കരൾ, അതുപോലെ സ്റ്റൊമക്ക്, ആമാശയം, റെക്റ്റം, മലാശയം അല്ലേ. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്, ഈ ലിവർ ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു? യെസ്, അത് ബൈൽ ജ്യൂസാണ്. ബൈൽ ജ്യൂസാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിത്തരസം. നമ്മൾ പഠിച്ചില്ലേ, ആഗ്നേയഗ്രന്ഥി ഇന്നേ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, ലിവർ ഇന്നേ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം പഠിക്കാണ്ട് മിസ് ഒന്ന് പറഞ്ഞോട്ടെ. സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, രക്തപര്യന വ്യവസ്ഥ അല്ലേ. ബ്ലഡ് വെസൽസ് അല്ലേ, ബ്ലഡ് വെസൽസ്, ഹാർട്ട്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നാലും മിസ്സിന് ഓർമ്മ വരുന്ന കാര്യം ഇങ്ങനെ പറയുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബ്ലഡിൽ റെഡ് കളറാണ് അല്ലേ. ഇത് കൊടുക്കുന്ന പിഗ്മെൻ്റെ പേര് ഹീമോഗ്ലോബിൻ എന്നാണ്. മലയാളം ഇംഗ്ലീഷൊക്കെ സെയിം ആണ്, ഹീമോഗ്ലോബിൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ബ്ലഡിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ് ഹീമോഗ്ലോബിൻ അല്ലേ. അപ്പോൾ ബ്ലഡിൻ്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യലാണ് നമ്മളെ ബ്ലഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ബ്ലഡിലുള്ള ഒരാളാണ് ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്തുതന്നെയായിരിക്കും? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ RBC എന്നുള്ള സാധനം പഠിച്ചില്ലേ, റെഡ് ബ്ലഡ് സെൽസ് അല്ലേ. ഇതിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, പിന്നെ WBC എന്നൊരു സാധനം പഠിച്ചില്ലേ. നിങ്ങളെ മലയാളം മീഡിയം മക്കളാണെങ്കിൽ വെളുത്ത രക്താണുക്കൾ എന്നാണ് പഠിച്ചത്. ചിലപ്പം ഇതിനെ ശ്വേത രക്താണുക്കൾ എന്നും കൂടി ചോദിക്കാം. ചുവന്ന രക്താണുവിന് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ, റെഡ് ബ്ലഡ് സെൽസ്, അത് മാത്രമേ ഉള്ളൂ. ബട്ട് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്താണുവിന് വേറൊരു പേരും കൂടി ഉണ്ട്, ശ്വേത രക്താണു. ശ്വേത എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ള തന്നെയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഓർഡർ പഠിക്കണം. ടെക്സ്റ്റിലൊക്കെ ഓർഡർ വൈസ് തന്നെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ തോന്നിയ പോലെ പറയലാണ്, അങ്ങനെയല്ല. ബ്ലഡ് വെസൽ, അതുപോലെ ഹാർട്ട് അല്ലേ. നമ്മൾ രക്തക്കുഴലുകൾ,
ഹൃദയം. ഇതാണ് നമ്മളെ ഓർഡർ എന്ന് പറഞ്ഞാൽ. കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിസം, റെസ്പിറേറ്ററി ഓർഗനും. ഇവിടെ ഓരോരോ ഓർഗാനിസംസ് കൊടുത്തിട്ടുണ്ട്. അതിന് റെസ്പിറേറ്ററി ഓർഗൻ അല്ലെ, ശ്വസന അവയവം ഏതാണെന്ന് മിസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മിസ് ഒരു ബേസിക്സ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ശ്വസിക്കുന്ന എന്താണ് ഓക്സിജനാണ് അല്ലേ. നമ്മൾ പുറന്തള്ളുന്ന എന്താണ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇപ്പം പകലും രാത്രിയൊക്കെ സെയിം ആണ്. ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ചെടി ശ്വസിക്കുന്ന എന്താ, ചെടി റെസ്പിറേറ്ററി അല്ലെങ്കിൽ ചെടി ശ്വസിക്കുന്ന എന്താ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ പല ആൾക്കാരും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. അല്ല, നമ്മൾ എന്താണോ റെസ്പിറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ശ്വസിക്കുന്നത്, എന്താ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ, അത് തന്നെയാണ് ചെടിയും ശ്വസിക്കുന്നത്. ഓക്കെ, അതായത് ചെടി ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു അല്ലേ. ഈ ഫോട്ടോസിന്തസിസിൻ്റെ സമയമില്ലേ, പ്രകാശ സംശ്ലേഷണ സമയം ആരുണ്ടാകും, സൺ ഉണ്ടാകും. അതുകൊണ്ട് പകൽ സമയത്ത് മാത്രമേ നടക്കാറുള്ളൂ. ആ സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ആ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഓക്സിജനെ പുറത്തു വിടും. ഓക്കെ, ഈ രാത്രി കാലങ്ങളിൽ സൂര്യനില്ല, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയായിരിക്കും, റെസ്പിറേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അതുകൊണ്ടാണ് ജീവനുള്ള ചെടികളെ അല്ലേ, ആർട്ടിഫിഷ്യൽ അല്ല ലിവിങ് ആയിട്ടുള്ള ചെടികളെ എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിനുള്ളിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മളും ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു, ചെടികളും ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. അപ്പോൾ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റൂമിലായി കഴിഞ്ഞാൽ അത് നമുക്ക് മോശമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും അതിൻ്റെ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ കേസിലാണെങ്കിൽ ഇലകൾ നിങ്ങൾ കുറേ കളറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇലകൾ പച്ച നിറം നൽകുന്ന എന്താണ്, അത് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയാം. ഇപ്പം റെഡ് കളറിലെ ഇലയാണെങ്കിൽ അതിൽ ആന്തോസയാനിൻ ഉണ്ട്. ഇനിയിപ്പം മഞ്ഞ കളറാണെങ്കിൽ യെല്ലോ കളറാണെങ്കിൽ അത് സാന്തോഫിൽ ഉണ്ട്. ഇനിയിപ്പോൾ യെല്ലോവും ഓറഞ്ചും കൂടി കൂട്ടിച്ചേർന്നതാണെങ്കിൽ അത് കരോട്ടിൻ ഉണ്ടല്ലേ. ഇപ്പം നിങ്ങൾ യെല്ലോ ഓറഞ്ചും കൂടി കൂട്ടി ചേരുമ്പോൾ ക്യാരറ്റിനെ ആലോചിക്കുക, എന്താ കരോട്ടിൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചോളണം. മിസ് ഒത്തിരി സ്പീഡിലാണ് പറയുന്നതെന്ന് മിസ്സിനറിയാം, എന്നാലും നിങ്ങളടുത്ത് മാക്സിമം എത്തിക്കണം. ഈ ഒരു വീഡിയോ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ലാപ്പാണ് കേട്ടോ. ഓക്കെ, ഒന്ന് സ്പീഡ് കുറച്ച് കാണണമെങ്കിൽ മക്കൾക്ക് സ്പീഡ് കുറച്ച് കാണാം. ഇനി സ്പീഡ് കൂടുതലാണെന്നുള്ള കാര്യം ആരും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇനി സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടി കാണാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, പ്ലാന്റ്സിൽ ചെടികളിൽ ചെറിയ 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 സുഷിരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ചെറിയ ചെറിയ പോർസ് കാണാൻ പറ്റും അല്ലേ. ഏതാണ് യെസ്, നമുക്കറിയാം ഏതാണ് നമ്മളെ പ്ലാന്റ്സ് സ്റ്റൊമാറ്റ ആണ്. പ്ലാന്റ്സ് എന്താണല്ലോ സ്റ്റൊമാറ്റ ആണ് അല്ലെ. നമുക്കൊരു യെസ്, നമുക്ക് എന്താണ് പ്ലാന്റ്സ് സ്റ്റൊമാറ്റ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുന്നു, എയർ കൊടുക്കാം. ഓക്കെ, പ്ലാന്റ്സ് സ്റ്റൊമാറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ പാരമേസി എന്താണ് അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നാൽ അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോൾ പാരമേസിയം നിങ്ങൾക്ക് ഡൗട്ട് വരുമായിരിക്കും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, മിസ് പറഞ്ഞുതരാം. ബാക്കിയുള്ള സാധനത്തിന് നോക്കിക്കോ, ഫ്രോഗ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോഗിൽ ഇവിടെ 2 സാധനങ്ങൾ കാണുന്നതാവും, ലെങ്സും സ്കിന്നും അല്ലേ. അതായത് മക്കളെ, ലെങ്സ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ അത് ലാൻഡിലുള്ള സമയത്ത് ലെങ്സ് അല്ലേ. ഇനിയിപ്പോൾ സ്കിന്നാണെങ്കിൽ വാട്ടറിലുള്ള സമയത്താണെങ്കിൽ അത് നമുക്ക് സ്കിന്ന് എന്നും പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രോഗിനെ നമുക്ക് ലെങ്സ് എന്നും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നെന്നും പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ആണ് എർത്ത് വേം. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് എന്ത് പറയാൻ പറ്റും, എർത്ത് വേം നമുക്ക് എന്ത് പറയാൻ പറ്റും, യെസ്, എർത്ത് വേം എന്താണ് സ്കിന്നാണ്. അല്ലെങ്കിൽ മോയിസ്റ്റ് സ്കിൻ ഉണ്ടെങ്കിൽ സ്യൂട്ടബിൾ മോയിസ്റ്റ് സ്കിന്നാണ് അല്ലേ, അതായത് ഈർപ്പമുള്ള ത്വക്ക്. ഇനി സ്പൈഡർ നിങ്ങൾക്കറിയാം എന്താണ്, അത് ബുക്ക് ലെങ്സ് ആണ് അല്ലേ. ഫിഷ് നിങ്ങൾക്കറിയാം, അതായത് ഗിൽസ് ആണ്. ഇനി ബാക്കിയുള്ളത് സെൽ മെംബ്രെയിൻ മാത്രമാണ്. അപ്പോൾ പാരമേസി എന്താണ്, സെൽ മെംബ്രെയിൻ ആണ്. മനസ്സിലായില്ലേ. ഈ സ്പൈഡറിനെ കുറച്ച് കൂടുതലായിട്ട് ഓർമ്മിച്ച് വെക്കണം, ബുക്ക് ലെങ്സ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഫ്രോഗിൻ്റെ കേസും ഒന്നും ആലോചിച്ച് വെക്കുക. വാട്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ജലത്തിലാണെങ്കിൽ എന്താണ്, കരയിലാണെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടോ ഒരു ഫ്ലോ ചാർട്ടാണ്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചു തന്നെയാണ്. ഫ്ലോ ചാർട്ട് ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, തെറ്റായവ നന്നായിട്ട് ക്രമപ്പെടുത്തി എഴുതണം അല്ലേ. നാസാരന്ധ്രങ്ങൾ, ശ്വാസനാളം, വായുഅറ, ശ്വസനിക, നാസാഗഹ്വരം അല്ലേ. ഇപ്പം മിസ് ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുന്നില്ല. മിസ് ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് എവിടെയാ, നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരത്തിലാണ് എത്തുക അല്ലേ, ശ്വസിക്കുമ്പം. പിന്നെ അത് നാസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലെത്തും. പിന്നെയോ അത് ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിലെത്തും. അത് കഴിഞ്ഞാൽ അത് ബ്രോങ്കെ അല്ലെങ്കിൽ ശ്വസനയിലെത്തും.
അത് കഴിഞ്ഞാൽ അത് ബ്രോങ്കോൾസ് അല്ലെങ്കിൽ ശ്വസനികയിലെത്തും, പിന്നെ ആൽവിയോളൈ അല്ലെങ്കിൽ വായുവറയിലെത്തും. ഇതാണ് ആ ഒരു ചാർട്ട്, റെസ്പിറേറ്ററി ചാർട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് 2-3 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഓർഡർ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും അല്ലേ. ഫൈനൽ ലാബിൽ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് കാര്യം അല്ലേ. അത് കറക്റ്റാണ് മക്കളെ. നമ്മളിങ്ങനെ ഒത്തിരി സമയം എടുത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ലാസ്റ്റ് എക്സാമിന് തലേദിവസമൊക്കെ അത് നോക്കുമ്പോൾ പെട്ടെന്ന് കയറിക്കോളും. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി കേട്ടോ. Where does the absorption of water mainly takes place during digestion? എവിടെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്? നിങ്ങൾക്കറിയാം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്താണടാ ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈജഷൻ എൻഡ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. മറക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അത്ര മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ധമാക്കിയായിട്ട് USSൻ്റെ ഈ ഒരു ആപ്പിലുണ്ടാകും. ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, പേരൊക്കെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പൈസ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ആപ്പ് കിട്ടും. എജിപ്പോണിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ധമാക്കെ ഉണ്ടാവും. എൻ്റെ മക്കളെ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നോക്കുക. ഇനിയിപ്പോൾ തെറ്റായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ശരി അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ടൈം ഉണ്ടടാ, ഇനിയും ടൈം ഉണ്ട്. ഓക്കെ, ഇപ്പം മറക്കരുത് റിവിഷൻ. മിസ്സിനോട് റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി, റിവൈസ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം പഠിച്ച കാര്യങ്ങളായ ഒരു എക്സാം ഹാളിൽ നിന്ന് മറന്നു പോകാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വേസ്റ്റ് സിറ്റുവേഷൻ വേറെ ഇല്ല. മിസ്സിൻ്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. അപ്പം പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ നിന്ന് മറന്നു പോയി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു വേസ്റ്റ് സിറ്റുവേഷൻ എന്തില്ല, വേറെ ഇല്ല. അതുപോലെ തന്നെ പറയുകയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും പറയുകയാണ് ഡൈജഷൻ നന്നായിട്ട് പഠിച്ചോളാം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടുന്ന് എൻഡ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ പഠിച്ചോളാം. അതുപോലെ കുറേ മൂവ്മെൻറ്റ് ഉണ്ട്, അതൊക്കെ പഠിച്ചോളാം. ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ലൈവ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.